At the same time, this body itself tries to oppose this frictional force. ഈ ബോഡി തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ഒരു ഫ്രിക്ഷന്റെ എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ദാറ്റ് കപ്പാസിറ്റി ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആ ബോഡിയുടെ ആ കപ്പാസിറ്റിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ. And I will give the definition of this moment of inertia. Moment of inertia of a rotating body is defined as a quantity expressing a body's tendency to resist angular acceleration or deceleration. നമ്മൾ എന്താ ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിനെ നമ്മൾ റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ആര്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ബട്ട് ബോഡി എന്താ ചെയ്യുന്നത്? ആ റെസിസ്റ്റ്, അതായത് അതിന്റെ ആക്സലറേഷൻ കുറഞ്ഞു 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 വന്ന് അതെന്തെങ്കിലും സ്റ്റോപ്പിംഗ് കണ്ടീഷനിലേക്ക് വരും. ആ ആക്സലറേഷൻ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആര് നോക്കും? ബോഡി നോക്കും. അത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിന്റെ ടേംസിലാണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ടേംസിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി എക്സ്പ്രസിംഗ് എ ബോഡീസ് ടെൻഡൻസി ടു റെസിസ്റ്റ് ആംഗുലാർ ആക്സിലറേഷൻ ഓർ ഡീസലറേഷൻ വിച്ച് ഈസ്. ഇനി ഇതാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ഇനി ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ യൂഷ്വലി റെപ്രസെന്റഡ് ബൈ ദ ടേം ക്യാപിറ്റൽ ഐ. Moment of inertia is represented by the term capital I. Capital I is equal to mass of the body and square of the its distance from the axis of rotation. ഏത് ആക്സസ് വെച്ചിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സസിൽ നിന്ന് ഈ ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്? അതിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. That is I is equal to mr square, where m is the mass of the body and r is the distance from the axis of rotation. അപ്പൊ ഏത് ആക്സസ് വെച്ചിട്ടാണോ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് അതിലേക്കുള്ള ആ ഒരേ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ആർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി ശ്രദ്ധിച്ചോളൂ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ദാറ്റ് എക്സ്പ്രസ് വുഡ് എ ബോഡീസ് ടെൻഡൻസി ടു റെസിസ്റ്റ് ദ ആംഗുലാർ ആക്സിലറേഷൻ ഓർ ഡീസലറേഷൻ. അപ്പൊ നമുക്കൊരു ബോഡി മൂവ് ചെയ്യാണ്. ആ ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യും? ആ ബോഡി ട്രൈ ചെയ്യുന്ന എന്താ? ഇറ്റ് ട്രൈസ് ടു കണ്ടിന്യൂ ഇറ്റ്സ് മോഷൻ ആണ്. ആ ബോഡി അതിന്റെ അതേ മൂവ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. ബട്ട് നമ്മളിപ്പോൾ അതിന് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും? അതിനെ റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. ബട്ട് ദാറ്റ് ബോഡി വിൽ റെസിസ്റ്റ് ദാറ്റ് ഫ്രിക്ഷൻ ഫോഴ്സ് ആൻഡ് ട്രൈസ് ടു കണ്ടിന്യൂ ഇറ്റ്സ് റൊട്ടേഷൻ. So that capacity of the body is expressed in terms of moment of inertia. So from this example, we can say that is the moment of inertia of the larger body is greater than the smaller one. നമുക്കറിയാലേ, ഒരു ലാർജ് ബോഡീനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു സ്മോൾ ബോഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഈസിലി സ്റ്റോപ്പ് ദാറ്റ് ബോഡി. ബട്ട് സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് എ ലാർജർ ബോഡി, ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ് ഇറ്റ്സ് പൊസിഷൻ, ഇറ്റ്സ് മോഷൻ. അതിന്റെ മോഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദാറ്റ് മീൻസ് യു ക്യാൻ സേ ദാറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ലാർജർ ബോഡി ഈസ് ഗ്രേറ്റർ ദാൻ ദി സ്മോളർ വൺ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന്. നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഈസ് equal to mr square. That is an equation ആണ്. It is an equation to find out or to calculate the moment of inertia. But നമുക്ക് ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ആണ് ദാറ്റ് എക്സ്പ്രസ് വാട്ട് എ ബോഡീസ് ടെൻഡൻസി ടു റെസിസ്റ്റ് ആംഗുലാർ ആക്സലറേഷൻ. എന്താ കുട്ടികളെ? ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ലീനിയർ ആക്സലറേഷൻ നമുക്കറിയാം. ഇൻ ലീനിയർ ആക്സലറേഷൻ ദ ബോഡി ഈസ് മൂവിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ, അല്ലെ? ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും ബോഡി മൂവ് ചെയ്യുന്നത്. But the angular acceleration will develop when the body when rotates about a particular axis. ഒരു പെർട്ടിക്കുലർ ആക്സിസ് വെച്ച് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആംഗുലർ ആക്സലറേഷൻ നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പൊ ആംഗുലർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അതിന്റെ സ്പീഡ് ഇങ്ങനെ കൂടിയായിരിക്കും വരുന്നത്. ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആക്സലറേഷൻ കുറഞ്ഞ് അത് റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് വരുന്നു. അപ്പോൾ ഒരു ബോഡിക്ക് എത്രത്തോളം ആക്സലറേഷൻ അതിന്റെ ചേഞ്ചസ് വരുന്നുണ്ടോ ആ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ബോഡിയുടെ കപ്പാസിറ്റിയാണ് എന്ത് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. So the moment of inertia is usually represented by the term capital I. Then capital I is equal to mr square, where m is the mass of the body and r is the what? R is the distance from the axis of rotation. ഏത് ആക്സസ് വെച്ചിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സസിൽ നിന്ന് ആ ബോഡിയുടെ ഓരോ പാർട്ടിക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഇവിടെ in mechanics, in engineering mechanics, we are considering only two-dimensional bodies. നമ്മൾ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ? two-dimensional bodies മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതിൽ തന്നെ എഴുതാൻ പറ്റും.
ഓക്കെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഏതൊരു സ്ട്രക്ചർ ആയിക്കോട്ടെ, എനി ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഫോർ അനാലിസിസ് പർപ്പസ് വി ആർ കൺസിഡറിങ് ദ ടു ഡയമെൻഷൻ ഓൺലി. ഇപ്പൊ നമുക്ക് നോക്കി, ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് ആസ് എ ബീം. ഇതാണ് ഒരു ബീം. ബീം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് ഒരു ബീം. സോ ഫോർ ദി അനാലിസിസ് ഓഫ് ദിസ് ബീം, ഈ ബീം അനലൈസ് ചെയ്യണമെങ്കിൽ ഞാനിങ്ങനെ ഫുൾ സ്ട്രക്ചർ അല്ല വരയ്ക്കാറ്. എങ്ങനെയാ വരയ്ക്കാറ്? ഒരു ലൈൻ മാത്രമേ വരയ്ക്കാറുള്ളൂ, അല്ലേ? സോ ഫോർ ദി അനാലിസിസ് പർപ്പസ് വി ആർ കൺസിഡറിങ് വൺ വൺ ഈസ് വൺ ഡയമെൻഷൻ ഓർ ടു ഡയമെൻഷൻ. നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ? ഒന്നുകിൽ വൺ ഡയമെൻഷൻ അല്ലെങ്കിൽ ടു ഡയമെൻഷൻ ആണ്. ഇപ്പൊ ഈ ലൈൻ മീൻസ് എന്താ? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ വൺ ഡയമെൻഷണൽ ബോഡി. കാരണം അതിന്റെ ലെങ്ത് മാത്രമേ ഉള്ളൂ. തിക്നെസ് ഉണ്ടോ? ഹൈറ്റ് ഉണ്ടോ? നോ, ഒന്നുമില്ല. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എ വൺ ഡയമെൻഷണൽ ബോഡി. ഇനി എനിക്ക് നോക്കി, ഹിയർ ഐ ഹാവ് എൻ ഐ സെക്ഷൻ. ഐ ഷേപ്പിലുള്ള ഒരു സ്റ്റീലിന്റെ സെക്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റീലാണ്, സ്റ്റീൽ സ്ട്രക്ചർ ആണ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പൊ ശരിക്കും ആക്ച്വലി ഇത് സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇതാണ് ഐ എന്ന് പറഞ്ഞ ഈ സെഷൻ. ഇങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഇരിക്കുന്നത്. സോ ഫോർ ദ അനാലിസിസ് ഓർ ഡിസൈൻ ഓഫ് ദിസ് വൺ, ഫോർ അനാലിസിസ്, ഇതിന്റെ ഈ ഐ സെക്ഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ ഐ വിൽ കൺസിഡർ ദ ടു ഡയമെൻഷൻ ഓൺലി. അതായത് അതിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ എങ്ങനെയാണോ വരുന്നത് അത് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. I will consider only the two dimension of this ball. എന്ത് മാത്രം എടുത്തിട്ടുള്ളൂ ഞാൻ? ഇതിനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് ഷേപ്പ് ആണോ വരുന്നത് ആ ഷേപ്പ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഏതൊരു മേ ബി ദ സ്ട്രക്ചേഴ്സ് വിൽ ബി ത്രീ ഡയമെൻഷൻ ആയിരിക്കാം. ബട്ട് ഫോർ ദി അനാലിസിസ് പർപ്പസ് വി ആർ കൺസിഡറിങ് ദ ടു ഡയമെൻഷൻ ഓൺലി. നമ്മൾ എന്ത് മാത്രമേ എടുക്കാറുള്ളൂ? ടു ഡയമെൻഷൻ മാത്രമേ എടുക്കാറുള്ളൂ. ഒരു സെക്ഷൻ ആണ് എടുക്കുന്നത്. കാരണം എന്താ? ഈ ഓരോ ക്രോസ് സെക്ഷൻ ആണ് ലോഡ് ക്യാരി ചെയ്യേണ്ടി വരും. ഫോഴ്സിനെ ക്യാരി ചെയ്യേണ്ടത് ഈ ഓരോ സെക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ടു ഡയമെൻഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നതിന് കാരണം അതാണ്. ഓക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ടു ഡയമെൻഷൻ ആണെങ്കിൽ വി കനോട്ട് യൂസ് ദ ഫോർമുല ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. എനിക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? എം ആർ സ്ക്വയർ എന്നുള്ളൊരു ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു ടു ഡയമെൻഷണൽ ബോഡിയിൽ അല്ലെങ്കിൽ ഇന്ന ലാമിനൊക്കെ ആണെങ്കിൽ മാസ് ഓഫ് ദ ബോഡി ഈസ് നെഗ്ലിജിബിളി വെരി വെരി സ്മോൾ. മാസ് എന്ന് പറയാനുണ്ടോ? ഇല്ല. അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ ഏതായിരുന്നു? ദാറ്റ് ഈസ് ഏരിയ. So in the case of two-dimensional body, the mass of the body is replaced by the area. I is equal to AR square. AR square. അല്ലെങ്കിൽ നമുക്ക് പറയാം that is moment of inertia of a planar body. ഒരു ടു ഡയമെൻഷണൽ ബോഡി ആണെങ്കിൽ moment of inertia I is equal to AR square ആണ്. Where A is what? The area of that session. തന്നിരിക്കുന്ന സെഷന്റെ ഏരിയ ആണ്. R എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്സസ് ചെയ്യുന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അത് എനി ലെറ്റർ ആയിരിക്കാം. മേ ബി എക്സ് ആയിരിക്കാം, വൈ ആയിരിക്കാം. അത് ഏതാണോ ആക്സസ് ആ ആക്സസിന് അനുസരിച്ചിരിക്കും. ഇപ്പൊ ക്ലിയർ ആയോ? ഹലോ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ക്ലിയർ ആയോ കുട്ടികളെ? ഹലോ. Next, here I have shown a lamina. You know that what is a lamina? Lamina means what? That is the weight of that plane is very very small. Weight എന്ന് പറയുന്നതിനില്ല, ഒരു ഷീറ്റ് പോലെയാണ് lamina, but it has area. An area ഉണ്ട്. So here you have a lamina of total area capital A. Let G is the centroid of this lamina. Let OY be the OX and OY be the reference axis of this lamina. എന്തൊക്കെ തന്നിരിക്കുന്നത്? ലാമിനയുടെ ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ A is given. G is the centroid of this lamina and OX and OY be the reference axis of the same lamina. Now let X bar or simply X. ഞാൻ X bar എന്ന് പറയുന്നില്ല, X എന്നാണ് യൂസ് ചെയ്യുന്നുള്ളൂ. X bar എന്ന് കൊടുത്തിട്ടുണ്ട്. So let X be the centroidal distance of the same lamina from OY axis and Y be the centroidal distance of the same lamina from OX axis. So you have studied that moment of inertia I is equal to A R square, where A is what? Area of the given body and R is the what? Distance from the what? ആക്സസ്, റെഫറൻസ് ആക്സസ് ഓർ റൊട്ടേറ്റിംഗ് ആക്സസ്. ഏത് ആക്സസ് വെച്ചിട്ടാണ് ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്? ആർ എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് ടു ആക്സസ്. ഏതൊക്കെയാ? വൺ ഈസ് OX ആക്സസ്, അനദർ വൺ ഈസ് OY ആക്സസ്, അല്ലെ? രണ്ട് റെഫറൻസ് ആക്സസ് ഉണ്ട്. അപ്പൊ
നമുക്ക് എന്ത് ചെയ്യാം? You can find out the moment of inertia of this lamina about x-axis or IOX axis. എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. IOX എന്ന് എഴുതാം, or simply you can write x, or you can write x axis. All are correct. എനിക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. -x + x, and this one is -y, and this is +y. All are correct. എങ്ങനെ എഴുതാലും കറക്റ്റ് ആണ്. So I can write I suffix OX, or simply IX, or IXX. That means moment of inertia of this lamina about x axis. അതായത് ഈ x axis വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഈ ബോഡി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ what about the moment of inertia of the same lamina about x axis? എന്തായിരിക്കും ഫോർമുല? That means area of this lamina, ഈ ലാമിനയുടെ ഏരിയ, into square of the distance of the same lamina from this axis. ഏത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതാണ്? x axis ആണ്. ഈ x axis വെച്ചിട്ടാണ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദിസ് ലാമിന, ആ ലാമിനയുടെ ഏരിയ ഇൻടു x ആക്സിസ് നിന്ന് ഇതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് അത് എത്രയായിരുന്നു? ദാറ്റ് ഈസ് y ആണ്, നോട്ട് x. ദാറ്റ് ഈസ് ay സ്ക്വയർ IXX or IX or simply IOX. ഏതായാലും കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു a into y square. Similarly, you can find out the moment of inertia of the same lamina about IOY, or you can write simply IY or IYY is equal to the area of the lamina and square of the distance of the same lamina about YY axis or from YY axis. ഏതായിരുന്നു the distance? X ആയിരുന്നു. That is AX square. ക്ലിയർ ആയി കുട്ടികളെ? അപ്പൊ ഏത് ആക്സിസ് വെച്ചിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആൻഡ് ഏരിയ ഓഫ് ദ ഗിവൺ ലാമിന, തന്നിരിക്കുന്ന ലാമിനയുടെ ഏരിയയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ഓക്കെ. അപ്പൊ ലെറ്റ് us compare the centroid, the formula of centroid and moment of inertia. That is a centroid. സെൻട്രോയിഡിന്റെ ഫോർമുല എന്തായിരുന്നു? ദാറ്റ് ഈസ് a into x ആയിരുന്നു. നമ്മൾ എങ്ങനെ ഫോർമുല എഴുതാറ്? x bar is equal to a1 x1 എഴുതാറ് അല്ലെ? a1 x1 or y bar is equal to എന്തായിരുന്നു? a1 y1 plus a2 y2 divided by a1 plus a2. And here we have written a1 x1 plus a2 x2 divided by a1 plus a2. അല്ലെ? അപ്പൊ a1 into x1, that means area of the lamina into what? The distance from the reference axis ആണ് അല്ലെ? സെൻട്രോയിഡിൽ നിന്നുള്ള from the distance from the centroid to the reference axis. ആ റെഫറൻസ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കുന്നത്? സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത്. But what about in the case of moment of inertia? Here the distance is again, or the centroidal formula is again multiplied by the what? The centroidal distance. അല്ലെ? സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വെച്ച് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. So what about the formula of centroid? That is a into x, area of the lamina into the distance from the centroid to the reference axis. But in the case of moment of inertia, the distance from the reference axis is again multiplied. അല്ലെ? നമ്മൾ വീണ്ടും അത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്? moment of inertia. So that the centroid is known as first moment of area. This is centroid is known as first moment of area. അല്ലെ? മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷൻ ഓഫ് എ ബോഡി ആണ് അല്ലെ? റൊട്ടേഷൻ ഓഫ് എ ബോഡി about a point, ഒരു പോയിന്റ് വെച്ചിട്ട് ഒരു ആക്സിസ് വെച്ച് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഇസ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. കാരണം എന്താ? ഇൻസ്റ്റെഡ് ഓഫ് മൊമെന്റ് വി നോ ദാറ്റ് ദ ഫോർമുല ഓഫ് മൊമെന്റ്. എന്താ മൊമെന്റിന്റെ ഫോർമുല എന്തായിരുന്നു? ഒരു ഫോഴ്സ് ഉണ്ട്, ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അല്ലെ? അല്ലെങ്കിൽ ഡീന്നോ എന്തോ പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. But here in the case of centroid, this force term is replaced by area. Force എന്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്? ഏരിയ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. x എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ നോക്കിയാൽ in the case of centroid we are calculating the moment of the area. ഏരിയയുടെ മൊമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യമല്ലേ കണ്ടുപിടിക്കുന്നത്? That is known as first moment of area. But in the case of moment of inertia, the distance is again multiplied. Distance കൊണ്ട് again multiply ചെയ്യുന്നത്. So that it is known as second moment of area. This is known as second moment of area or simply moment of inertia. കാരണം എന്താ? ആദ്യം ഓൾറെഡി ഞാനൊരു മൊമെന്റ് കണ്ടുപിടിച്ചു, വീണ്ടും അതിനെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്.
2 ടൈംസ് ആണ് ഞാൻ ചെയ്യുന്നത്, ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയാനായിട്ട് കാരണം. ക്ലിയർ ആയോ? ഹലോ? ഹലോ? സെക്കൻഡ് മൊമെന്റ് നോക്കി കുട്ടികൾ, എന്ത് സെക്കൻഡ് മൊമെന്റിന്റെ എ എക്സ് സ്ക്വയർ എന്നല്ലേ ഫോർമുല? എ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ നമുക്ക് ഇനി നോക്കി, എ എക്സ് സ്ക്വയർ. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് എ എക്സ് ഇൻറ്റു എക്സ്. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. അതിനെ വീണ്ടും എന്തുകൊണ്ട് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വീണ്ടും. ദാറ്റ് ഈസ് സെക്കൻഡ് മൊമെന്റ്. 2 ടൈംസ് ആണ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ക്ലിയർ ആയോ ഇത്? സെക്കൻഡ് മൊമെന്റ് 2 ടൈംസ് ആണ് നമ്മൾ മൊമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടേക്ക് എഴുതിയിരിക്കുന്നത്. ഇനി now let us see the unit of moment of inertia. സെൻട്രോയിഡിന്റെ യൂണിറ്റ് എന്താ? ദാറ്റ് ഈസ് നമ്മുടെ ഫോർമുല എന്താ? a1x1 പ്ലസ് a2x2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 എന്നാണ് അല്ലെ. a1x1 എന്ന് പറഞ്ഞാൽ എന്താ? a1x1, that is area. This is what is the unit of area? Meter square into distance in unit and the meter divided by നമുക്ക് again area, that is meter square. So meter square get cancel, remaining you have meter. So centroid നമ്മൾ എന്തിലാണ് നമ്മൾ denote ചെയ്യാറ്? That is in meter. So in moment of inertia unit എന്തായിരിക്കും? That is ax square ആണ്. That is what is the unit of area? Meter square. And here unit of distance is meter, but here we have a square. So meter square into meter square, we have meter raised to 4. So the unit of moment of inertia is centimeter power 4, or you can express the same in mm power 4 or meter power 4. ഏതിനേലും യൂണിറ്റ് റേസ് ടു 4 ആയിരിക്കും. ഇനി സംടൈംസ് ഇൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ദേ വിൽ നോട്ട് ഗിവ് എനി യൂണിറ്റ്. ഒരു യൂണിറ്റ് അവർ തന്നിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് എഴുതാം കേട്ടോ. സാധാരണ തന്നിട്ടില്ലെങ്കിൽ അത് mm-ലായിരിക്കും. ചിലപ്പോൾ സെന്റിമീറ്റർ ആവാൻ വഴിയുണ്ട്. ഒരു 15 ഒക്കെ ആണെങ്കിൽ ഇറ്റ് മേ ബി ഇൻ സെന്റിമീറ്റർ. ഒരു 150 200 ഒക്കെ ആണെങ്കിൽ ഇറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി ഇൻ mm. Now next topic is what? That is parallel axis theorem. So before explaining this parallel axis theorem, let us see some of the equations in moment of inertia. Formulas നോക്കിക്കോട്ടെ, ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ്. Moment of inertia of common simple plane figures. So in previous topics, that is in centroid, we have seen some of the formulas in centroid. നമ്മൾ കണ്ടുപിടിയായിരുന്നു അല്ലേ? സെൻട്രോയിഡിൽ കുറച്ച് ഫോർമുലാസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ in the case of moment of inertia, you have some formulas. By knowing these formulas only, you can calculate the moment of inertia of a given composite figure. നമുക്ക് തന്നിരിക്കുന്ന ഒരു കോമ്പോസിറ്റ് ഫിഗർ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഈ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. സോ ഹിയർ ഇൻ first plane figure is a rectangle. So here in this figure, you can see a rectangle. Let xx and yy be the centroidal axis of this rectangle. Upon next, what is centroidal axis? നമുക്കറിയാം, നമുക്ക് സാധാരണ 2 ആക്സസ് ഉണ്ട്. 2 ഡയമെൻഷണൽ ബോഡി അല്ലേ? ഇപ്പൊ 2 ഡയമെൻഷനേ ഉള്ളൂ. ഒന്ന് എക്സ് ഡയമെൻഷനും ഒന്ന് വൈ ഡയമെൻഷനും. ഇപ്പൊ ഡെഫിനറ്റ്ലി അതിന് എന്താ എത്ര ആക്സസ് ഉണ്ടായിരിക്കും? 2 ആക്സസ്. ഇറ്റ് ഷുഡ് ഹാവ് 2 ആക്സസ്. 2 ആക്സസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് ഈ ആക്സിസ് പാസ് ചെയ്യണം. So let G be the centroid of this rectangle. Let XX and YY be the 2 reference axes which are passing through G. എപ്പോഴും ഈ XX ഉം YY ഉം പാസ് ചെയ്യുന്നത് തന്നെ ഇതിന്റെ സെൻട്രോയിഡിൽ കൂടെ തന്നെയായിരിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി let B is the base of this or width of this rectangle and D is the depth of this rectangle. Therefore, you can find out the moment of inertia of this rectangle about x axis. എന്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഈ റെക്ടാങ്കിളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. എബൌട്ട് ഏത് ആക്സിസ്? എക്സ് ആക്സിസ് വെച്ചിട്ട്.
അതായത് എക്സ് എക്സ് ആക്സിസ് വെച്ചിട്ട് ഏരിയ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, വാട്ട് അബൌട്ട് ദ റൊട്ടേഷൻ ഓഫ് ദിസ് ഏരിയ അബൌട്ട് എക്സ് എക്സ് ആക്സിസ്. For that we have a formula, that is BD cube by 12, B, where B is the base or width of this rectangle and D is the depth of the rectangle. Next, what about the moment of inertia of the same plane about YY axis? അതായത് YY axis വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഐ വൈ വൈ ഇസ് ഈക്വൽ ടു ഫോർമുല ഡി ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആണ്. ജസ്റ്റ് തിരിച്ചു പറയാം, ഐ ഈസ് ബി ഡി ക്യൂബ് ബൈ 12 എന്തായിരിക്കും, ബി ഡിവൈഡഡ് ബൈ. സെക്കൻഡ് വൺ ഈസ് എ സ്ക്വയർ. G is the x and y b the എന്താ ചാർട്ട് പാസിംഗ് ചെയ്യുന്നെങ്കിൽ ആ ആക്സിസിനെ പറയുന്ന പേരാണ് centroidal axis. So in this case, both so the moment of inertia of this square about the centroidal axis. The centroidal axis ഏതൊക്കെ ഇവിടെ ഐ എക്സ് എക്സ് ഉണ്ട്, ഐ വൈ വൈ ഉണ്ട്. കാരണം എന്താ, സിൻസ് ദീസ് ടു ആർ പാസിംഗ് ത്രൂ ദി ജി കൂടെയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്ത് വരുന്ന എ പവർ 4 ഡിവൈഡഡ് ബൈ 12. ഇത് ഓർക്കാൻ എളുപ്പമാണ്. അതെങ്ങനെ ഓർക്കാൻ എളുപ്പം എന്ന് പറയും, ഒരെണ്ണം മാത്രം പഠിച്ചു വയ്ക്കുക, റെക്ടാങ്കിളുടെ മാത്രം പഠിച്ചു വയ്ക്കുക. റെക്ടാങ്കിളുടെ ഫോർമുല എന്താ, ബി ഡി ക്യൂബ് അല്ലേ, ബി ബി ഡി ക്യൂബ് ബൈ 12. ഇവിടെ സ്ക്വയറിന്റെ കേസിൽ ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ആണ് ശരിക്കും പറഞ്ഞത്. ഇവിടെ സ്ക്വയറിന്റെ കേസിൽ എന്താ, എ ആണ്, എല്ലാ സൈഡും ഒരുപോലെ അല്ലേ. സോ എ ഡി ഡെപ്തും എന്ന് തന്നെയാണ്, എ തന്നെയാണ്. അപ്പൊ എ ക്യൂബ് ഡിവൈഡഡ് by 12, that is equal to a power 4 divided, that is a power 4 divided by 2. The next one is an isosceles triangle. Know that what is an isosceles triangle? അറിയാലേ, എന്തായിരിക്കും, രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും, that is 45 degree. Two angles are equal. രണ്ട് angles equal ആയിരിക്കും. Okay, so here you have an isosceles triangle of width base b and depth or height. Triangle കേസിൽ height എന്ന് പറയാം, depth എന്ന് പറയില്ല. The height of a triangle is h. Let G is the centroid of this is isosceles triangle. Let xx and yy be the centroidal axis ആണ്. എന്താ centroidal axis എന്ന് പറയാൻ കാരണം, these two are passing through the centroid G. G കൂടെയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ഐസോസിലസ് ട്രയാങ്കിൾ അബൌട്ട് ഐ എക്സ് ആക്സസ്, അതായത് ഈ എക്സ് എക്സ് ആക്സസ് വെച്ചിട്ട് തിരിയാന്ന് വിചാരിക്കും, റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണെന്ന് അറിയും, ബി എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ 36 ആണ്. വൈ വൈ ആക്സസ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണെന്ന് അറിയും, ദാറ്റ് ഈസ് എച്ച് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 48 ആണ്. തെറ്റിക്കരുത്, അതെല്ലാവരും തെറ്റിക്കാറുണ്ട്. വീണ്ടും 36 എന്ന് എഴുതി വെക്കും, നോട്ട് 36, ദാറ്റ് ഈസ് എന്താ, എച്ച് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 48 ആണ്. കാരണം എന്താണെന്നറിയോ, ഒന്ന് നോക്കിയേ, നിങ്ങൾ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പോർഷൻ കിട്ടും. അതുപോലെ തന്നെയാണ് ഹൊറിസോണ്ടൽ ആയിട്ട് കട്ട് ചെയ്താൽ കിട്ടുന്നത് അല്ല, രണ്ടും ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ 48 വരാനായിട്ട് കാരണം. നെക്സ്റ്റ് വൺ ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ ഹിയർ ഓൾസോ യു ഹാവ് എ right angle triangle of a width or base b and height h. Let xx and yy be the centroidal axis. Then moment of inertia about xx axis is equal to bh cube divided by 36 and IYY is equal to HB cube divided by 36 ആണ്. ഇത് രണ്ടും സെയിം തന്നെയാണ്, ഓർത്ത് വെച്ചോളൂ. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഈസ് എ സർക്കിൾ. നമുക്കറിയാം ഒരു സർക്കിളിനെ എങ്ങനെ കട്ട് ചെയ്താലും സെയിം തന്നെയാണ്. ഐദർ യു ക്യാൻ കട്ട് ഇൻ വെർട്ടിക്കൽ ഡിറക്ഷൻ ഓർ ഇൻ ഹൊറിസോണ്ടൽ ഡിറക്ഷൻ, യു വിൽ ഗെറ്റ് ദ സെയിം സെക്ഷൻ അല്ലെ. നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സെയിം സെക്ഷൻ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. സോ where moment of inertia about xx and yy axis both are equal. എത്രയാ, pi d power 4 divided by 64, where d is the diameter of the given circle. Next one is a semicircle. Semicircle formula നോക്കിയേ, that is ixx is equal to 0.11 r power 4, where r is the radius of the semicircle. Then moment of inertia about yy is equal to pi r power 4 divided by 8 ആണ്. അപ്പൊ അത് എങ്ങനെയാണോ ആക്സ് തന്നിരിക്കുന്ന സെമി സർക്കിൾ വരുന്നത് അതിനനുസരിച്ച് മാറിയിരിക്കും കേട്ടോ. ഇപ്പൊ നോക്കിയേ, സപ്പോസ് യു ഹാവ് ദ സെമി സർക്കിൾ ഈസ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല നോക്കിയേ, ഇതാണ് എക്സ് എക്സ് ആക്സിസ്,
the two axes must be എന്തായിരിക്കും പാരലൽ ആണ്. രണ്ട് ആക്സിസ് എന്തായിരിക്കണം പാരലൽ ആയിരിക്കണം. അത് മാത്രമൊന്നുമല്ല കണ്ടീഷൻ. അപ്പൊ അത് വെച്ച് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. So are you able to see the notes? Hello? Parallel axis theorem. Okay. So the parallel axis theorem is also known as a transfer theorem, which is used to transfer the moment of inertia from one axis to another axis. ഈ parallel axis theorem പറയുന്ന വേറൊരു പേരാണ് it is a transfer theorem. What we are transferring? എന്താണ് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു വൺ ആക്സിസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദി അതർ ആക്സിസ്. ഒരു ആക്സിസ് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ വേറൊരു ആക്സിസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് എ ട്രാൻസ്ഫർ തിയറം. So parallel axis theorem or transfer theorem both are same. And here these two axes should be parallel to each other. ഞാൻ പറഞ്ഞു ഒരു ആക്സിസ് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് നമുക്ക് വേറൊരു ആക്സിസിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദീസ് ടു ആക്സിസ് ഷുഡ് ബി പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കണം. രണ്ടും സെയിം പ്ലെയിനിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ ഒരെണ്ണം എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ മറ്റേതും എവിടെ തന്നെ ആയിരിക്കണം? സെയിം എക്സ് വൈ പ്ലെയിനിൽ തന്നെ ആയിരിക്കണം. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദീസ് ആക്സിസ് ഇതിൽ ഒരു ആക്സിസ് എന്തായിരിക്കണം? മസ്റ്റ് ബി സെൻട്രോയിഡൽ ആക്സിസ്. എന്തായിരിക്കണം? അപ്പൊ എന്തൊക്കെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു? ഈ ഡയഗ്രാം വെച്ച് പറയാം. എന്തൊക്കെ കണ്ടീഷൻസ് ആയിരുന്നു? ദ ടു ആക്സിസ് മസ്റ്റ് ബി പാരലൽ. ഓക്കെ, പാരലൽ ആണ്. ഓക്കെ, ഫൈൻ. ദ ടു ആക്സിസ് ആർ പാരലൽ. സെക്കൻഡ് വൺ എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? അതായത് വൺ ഓഫ് ദീസ് ടു ആക്സിസ്, അതായത് ഇതിൽ ഒരെണ്ണം സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയിരിക്കണം. അല്ലെ? ഇവിടെ നോക്കിയേ, ഈ ഒരു ആക്സിസ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് ബോഡിയുടെ സെൻട്രോയിഡിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അത് അടുത്ത കണ്ടീഷൻ. പിന്നെ എന്ത് കണ്ടീഷനും നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അതായത് പാരലൽ ആയിരിക്കണം. വൺ ഓഫ് ദീസ് ആക്സിസ് മസ്റ്റ് ബി സെൻട്രോയിഡൽ ആക്സിസ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമുക്കൊരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ദ പാരലൽ ആക്സിസ് തിയറം, ഓൾസോ നോൺ ആസ് Huygens-Steiner theorem, can be used to determine the moment of inertia or second moment of area of a body about a centroidal axis. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് ഈ സെൻട്രോയിഡൽ ആക്സിസ് വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കിയേ, you can consider a lamina of centroid capital G. എന്തായാലും തന്നിരിക്കുന്നത് ഒരു ലാമിന തന്നിട്ടുണ്ട്. ആ ലാമിനയുടെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ G ആണ്. ലെറ്റ് G is the centroid of this lamina. Let IG ഇവിടെ കണ്ടോ? നിങ്ങൾ കണ്ടായിരുന്നു ഇവിടെ IG. Let IG is the moment of inertia of this body about this axis. എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ഇങ്ങോട്ട് ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. യു ക്യാൻ കൺസിഡർ എ ലാമിന. ഒരു ലാമിന നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ലാമിനയുടെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ ആണ്. ലെറ്റ് G is the centroid of this lamina. ഇനി നമുക്ക് എന്ത് വേണം? പാരലൽ ആക്സിസ് തിയറം നമുക്ക് ചെയ്യണമെങ്കിൽ, പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രണ്ട് ആക്സിസ് വേണം, അല്ലെ? വി റിക്വയർ ദ ടു ആക്സിസ്. നമുക്ക് രണ്ട് ആക്സിസ് വേണം. എങ്ങനെയായിരിക്കണം രണ്ട് ആക്സിസ്? ദ ടു ആക്സിസ് മസ്റ്റ് ബി പാരലൽ ടു ഈച്ച് അതർ. രണ്ടും പാരലൽ ആയിരിക്കണം. ദെൻ വൺ ഓഫ് ദീസ് ടു ആക്സിസ് ഷുഡ് ബി പാസ് ത്രൂ ദ സെൻട്രോയിഡ് ഓർ സെൻട്രോയിഡൽ ആക്സിസ്. ഒരെണ്ണം എന്തിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയിരിക്കണം? സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയിരിക്കണം. ഇനി ലെറ്റ് ഐ സഫിക്സ് ജി എന്ന് പറയുന്ന മീനിങ് എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ലാമിന എബൌട്ട് ദിസ് ആക്സിസ്. ഈ സെൻട്രോയിഡൽ ആക്സിസ് വെച്ചിട്ട് ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് IG എന്ന് പറയുന്നത്. അതായത് ഈ സെൻട്രോയിഡൽ ആക്സിസ് വെച്ചിട്ടാണ് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസ് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് എന്ത് പറയുന്നത്? IG എന്ന് പറയുന്നത്. ഇനി you can consider another line or another axis which lies in the same plane of the lamina. ലാമിന ഏത് പ്ലെയിനിലാണോ അതേ പ്ലെയിനിൽ തന്നെയാണ് എന്ത് കിടക്കുന്നത്? ഈ AB കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ലാമിന ഓർ ദിസ് ബോഡി എബൌട്ട് AB is equal to IAB ആണ്. ഇനി ഈ AB എന്നുള്ള ആക്സിസ് വെച്ചിട്ടാണ് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക.
നെക്സ്റ്റ് ലെറ്റ് എച്ച് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സസ്. എച്ച് സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. എച്ച് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ ആക്സസ്. ഈ രണ്ട് പാരലൽ ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ പഠിക്കാനായിട്ട് എളുപ്പമാണ്. ഈ ഒരു ഡയഗ്രാം അറിഞ്ഞാൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഈ ഡയഗ്രാം വെച്ച് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് ഞാൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫോർമുല ഞാൻ ആദ്യം പറയാം. ദാറ്റ് ഈസ് അവിടെ ഫോർമുല എഴുതിയിട്ടുണ്ട് നോക്കിയേ. ഐ എ ബി ഇസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ ടേം എന്താണെന്നറിയാം. ഐ എ ബി എന്താണെന്നറിയാം, ഐ എ ബി എന്താണെന്നറിയാം, ഐ ജി എന്താണെന്നറിയാം, എ എന്താണെന്നറിയാം, എച്ച് എന്താണെന്നറിയാം. ഇത് വേർഡ്സിൽ എഴുതിയാൽ മതി. ഇതാണ് മൊമെന്റ് പാരലൽ ആക്സിസ് തിയറം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എപ്പോഴും എല്ലാ പ്രാവശ്യം ഞങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യിപ്പിക്കില്ല സ്റ്റുഡൻസിനെ കൊണ്ട്. ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് പോയി കഴിഞ്ഞാൽ എല്ലാം പോകും. ഡെഫിനിഷനിൽ ഒരു പ്രത്യേകത ഏതാ? മേ ബി ദേ വിൽ ആസ്ക് സം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റോ ഇതുപോലെ ഡെഫിനിഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അല്ല, കാരണം ഒരു വേർഡ് പോയി കഴിഞ്ഞാൽ എല്ലാം പോകും. അതുകൊണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ആ ഇക്വേഷൻ ഓരോ ടേം എന്താണ് അതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഐ എ ബി എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ലാമിന എബൌട്ട് ദ ആക്സിസ്. എബൌട്ട് ദ ആക്സിസ് എന്താ? എ ബി ആണ് അല്ലെ. അപ്പൊ എ ബി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഞാൻ കണ്ടുപിടിക്കാം. അപ്പൊ എനിക്ക് എന്ത് പറയാം? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ലാമിന എന്താ എഴുതാ എനിക്ക്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ലാമിന എബൌട്ട് ആൻ ആക്സിസ്. ഏത് ആക്സിസ് ആണ്? എ ബി ആണ് ആക്സിസ്. എബൌട്ട് ആൻ ആക്സിസ്. ആ ആക്സിസ് എങ്ങനെയായിരിക്കണം? ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ലാമിന. ലാമിനയുടെ അതേ പ്ലെയിനുള്ള ആക്സിസ് തന്നെയായിരിക്കണം അല്ലേ? സോ വൺസ് അഗൈൻ റിപ്പീറ്റ്. 5 മിനിറ്റ്സ് കൂടെ ഉള്ളൂ. അത്ര സമയം കഴിഞ്ഞു. 1 മിനിറ്റ് കേട്ടോ. ഞാൻ ടെൻസ് ഒന്ന് നോട്ട് ചെയ്യട്ടെ. ശരി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഐ എ ബി എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ലാമിന എബൌട്ട് ആൻ ആക്സസ്. ഇപ്പൊ ഏത് ആക്സസ് വേണേലും ആയിക്കോട്ടെ. ആക്സസ് വെച്ച് എനിക്ക് കണ്ടുപിടിക്കണം. ബട്ട് ആക്സസ് എങ്ങനെയുള്ളതായിരിക്കണം? ആ ലാമിനയുടെ അതേ പ്ലെയിൻ ഉള്ളതായിരിക്കണം. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ആൻ ആക്സസ് എബൌട്ട് ആൻ ആക്സസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ലാമിന. അടുത്ത ഈ സിംബലിന് പറയുന്ന പേരെന്താ? ഈസ് ഈക്വൽ ടു. എന്തിന് ഈക്വലാ? ഈസ് ഈക്വൽ ടു ദി ഇത്
ഹലോ, ലാപ്പ് പെട്ടെന്ന് ഓഫായി പോയതാ. ഇതാണോ 10:17 ആയില്ലേ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞാലും കാര്യമില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്, ലീവ് ചെയ്തോളൂ കേട്ടോ. ഹലോ ഹലോ